നമസ്കാരം. UAE എക്സ്ചേഞ്ച് പ്രവാസ ലോകത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. വിവാഹം ചെയ്ത പെൺകുട്ടിയെയും കുഞ്ഞുങ്ങളെയും ഉപേക്ഷിച്ച് പുതിയ ബന്ധങ്ങൾ തേടുന്നവർ പ്രവാസ ജീവിതത്തിൽ നിരവധിയാണ്. വീട്ടുകാർക്ക് അപ്രാപ്യമായ ദൂരത്തേക്ക് പുതിയ പങ്കാളിയെയും കൊണ്ട് പറക്കുന്നവർ തങ്ങളുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ്. ഉറ്റവരുടെ കണ്ണുനീരിന് നിങ്ങൾ മറുപടി പറയേണ്ടി വരുന്ന കാലം വിദൂരമല്ല. ഈ ഓർമ്മപ്പെടുത്തലോടുകൂടി പ്രവാസ ലോകത്തിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ ആരംഭിക്കുകയാണ്. എല്ലാ മാന്യ പ്രേക്ഷകർക്കും UAE എക്സ്ചേഞ്ച് പ്രവാസ ലോകത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. പുനലൂർ സ്വദേശി അൻസാർ സലാഹുദ്ദീൻ OICC ദമാം റീജിയണൽ കമ്മിറ്റിയുടെ സഹായത്താൽ നാട്ടിലേക്ക് മടങ്ങി. 1.5 വർഷമായി ഹുറൂബിൽ കഴിഞ്ഞിരുന്ന അൻസാർ പല മലയാളികളുടെയും സഹായത്താലാണ് കഴിഞ്ഞിരുന്നത്. ഒട്ടേറെ രോഗങ്ങൾക്ക് ഇദ്ദേഹം അടിമയായിരുന്നു. നടക്കുന്നതിനും ബുദ്ധിമുട്ടുണ്ടായിരുന്നു. നിദാഘത്തുമായി ബന്ധപ്പെട്ട് ദമാമിലെ ഒരു ലിമോസിൻ കമ്പനി നടത്തുന്ന സൗദിയുടെ പൗരന്റെ പേരിലേക്ക് സ്പോൺസർഷിപ്പ് മാറ്റിയ അൻസാരിനെ സൗദി ലൈസൻസ് എടുത്തു നൽകാൻ തയ്യാറാകാതെ ഇൻഷുറൻസ് പോലുമില്ലാതെ വാഹനം ഓടിക്കാൻ നിർബന്ധിക്കുകയായിരുന്നു. 6000 റിയാൽ സൗദി പൗരൻ വാങ്ങിയിരുന്നു. അവിടെ നിന്നും രക്ഷപ്പെട്ട് ദമാമിൽ പലയിടങ്ങളിലായി അലഞ്ഞു നടന്ന അൻസാർ OICC ജീവകാരുണ്യ വിഭാഗം കൺവീനർ നിസാർ മാന്നാറുമായി ബന്ധപ്പെടുകയും നിസാർ ഇന്ത്യൻ എംബസിയിൽ നിന്നും ഔട്ട് പാസ് വാങ്ങി നിയമപരമായ രേഖകൾ ശരിയാക്കി അൻസാറിനെ നാട്ടിലയക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുകയുമായിരുന്നു. നാട്ടിലേക്ക് മടങ്ങിയ അൻസാറിന് OICC ജീവകാരുണ്യ വിഭാഗം യാത്രാ ടിക്കറ്റ് നൽകി. OICC ജീവകാരുണ്യ വിഭാഗം കൺവീനർ നിസാർ മാന്നാർ, ജനറൽ സെക്രട്ടറി EK സലീം എന്നിവരുടെ സാന്നിധ്യത്തിൽ ടിക്കറ്റും മറ്റ് യാത്രാരേഖകളും കൈമാറി. ക്യാൻസർ രോഗത്താൽ തിരുവനന്തപുരം ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന നവോദയ സാംസ്കാരിക വേദി അബൈക്ക് യൂണിറ്റ് മെമ്പർ കൊല്ലം പരവൂർ സ്വദേശി മുഹമ്മദ് ഇബ്രാഹിം ബദ്രുൽ ചികിത്സാ സഹായം നൽകി. ഏരിയ കമ്മിറ്റി സമാഹരിച്ച തുക ജീവകാരുണ്യ കൺവീനർ രമേശൻ കിളിമാനൂർ യൂണിറ്റ് സെക്രട്ടറി ശിവദാസന് കൈമാറി. നാട്ടിലുള്ള അബ്കൈക്ക് നവോദയ വൈസ് പ്രസിഡന്റ് റഹീം പുനലൂർ, സുഗു രാഘവൻ എന്നിവർ ആശുപത്രിയിൽ വെച്ച് ബദറുദ്ദീന് സഹായം കൈമാറുകയായിരുന്നു. ചടങ്ങിൽ കേന്ദ്ര കമ്മിറ്റി മെമ്പർമാരായ മീരാൻ സാഹിബ് നേമം, രാമചന്ദ്രൻ, ജീവകാരുണ്യ പ്രവർത്തകരായ നാസിർ പാറപ്പുറത്ത്, സജീവൻ, ബാബു കെ മാള, മനോജ് പാലക്കാട്, സുരേഷ് ദാരി എന്നിവർ സംബന്ധിച്ചു. 2011 ഏപ്രിലാണ് തൃശൂർ സ്വദേശി ദേവി ഷനിലിന്റെ ഭാര്യയാകുന്നത്. വിവാഹത്തിന്റെ ആദ്യ മാസങ്ങൾ മാത്രമാണ് ദേവി സന്തോഷത്തോടെ ഷനിലിനൊപ്പം ജീവിച്ചത്. ഭർത്തൃവീട്ടിലെ പീഡനങ്ങൾ വേറെയും. ഷനിൽ നിന്ന് സൗദിയിലാണ്. ഷനിലും വീട്ടുകാരും ദേവിയെ കൈയൊഴിഞ്ഞ മട്ടാണ്. ഏകമകൾക്ക് ഉണ്ടായ ദുരന്തത്തിൽ മനംതൊന്ത് കഴിയുകയാണ് ദേവിയുടെ അച്ഛനും അമ്മയും. ഷനിൽ, ദേവി ഇപ്പോഴും നിങ്ങളെ സ്നേഹിക്കുന്നു. നിങ്ങളുടെ തിരിച്ചുവരവിനായി പ്രാർത്ഥനയോട് കാത്തിരിക്കും. ഷനിലിനെ കുറിച്ച് ദേവിയോട് തന്നെ ചോദിക്കാം. എത്ര കൊല്ലമായി ഷനിൽ പോയിട്ട്? സൗദിയൊക്കെ പോയിട്ട് ഇപ്പൊ 1 വർഷം കഴിഞ്ഞു. ഞാൻ അറിയാണ്ടാണ് ആള് പോയത്. പറഞ്ഞില്ല? കേസ് ഉണ്ടായിരുന്നു. കേസ് കൊടുത്തിട്ടുണ്ടോ നിങ്ങളെ കൊടുത്തുള്ളു? വേണ്ടാന്ന് പറഞ്ഞപ്പോള്. ആരെ വേണ്ടാന്ന് പറഞ്ഞു? അവരുടെ വീട്ടുകാർ വേണ്ടാന്ന് പറഞ്ഞപ്പോള് തന്നെ വേണ്ടാന്ന് പറഞ്ഞു. അപ്പൊ ഷനിൽ എന്താ പറയണ? ആളും വേണ്ടാന്ന് തന്നെ പറയണേ. എന്താ കാരണം? അച്ഛനും അമ്മനെ വിളിക്കാൻ പാടില്ല, പിന്നെ അവർക്ക് സ്വർണം പോരാ, അമ്മ പറയണ ഇതിനും കൂടുതൽ സ്വർണം കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട്. 10ാം ക്ലാസ്. എന്താ ജോലി ഇപ്പോ? ആളിപ്പോ വർക്ക്ഷോപ്പില്. ഷനിലിന്റെ വീട്ടുകാർ വലിയ കഴിവുള്ളവരാണോ? പിന്നെ എങ്ങനെ അവർക്ക് ഇത്രയും സ്വർണം കിട്ടുക? അത്ര അവരാണിപ്പോ പറഞ്ഞ കണ്ടമാനം സ്വർണം വേണം നോക്കാം അല്ലേ? കൊടുത്തതൊക്കെ മുക്ക് വണ്ടോണ്, നിന്നെ വേണ്ട, ഞങ്ങൾക്ക് നിന്നെ കണ്ടമാനം അടിക്കുകയൊക്കെ ചെയ്യും. കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം 4 സ്വർണം കൊടുത്ത്, പിന്നെ വണ്ടി കാശ് കൊടുത്ത്, പിന്നെ 4 മാസം ഉണ്ടല്ല അനൂരി ഞാൻ കൊടുങ്ങൂടി തട്ടട വെച്ചിരിക്കണേന്ന്. എൻ്റെ പേര് മക്കളൊന്നുമില്ലല്ലോ? ഇല്ല. അത് ഭാഗ്യം. ചേട്ടനും അമ്മയൊക്കെ ആയിക്കോട്ടെ. പിന്നെ ആൾക്കാരെ കിട്ടിയിട്ട് എന്താ കാര്യം? ചെയ്യുന്ന കാലം 2 മണിക്ക് റോട്ടിലേക്ക് തല്ലി അമ്മയും മക്കളും പുറത്താക്കിയിട്ട് രാത്രി ഞാൻ കാർ വിളിച്ചിട്ടാണ് കൊണ്ടുപോയത്. ഞാൻ പെരയുണ്ടാക്കണ കാശും പോയി. ഇപ്പം ഞാൻ വാടക എൻ്റെ മോൾക്ക് ഒരു എത്തിയതുമില്ല. ഞാൻ ഡിഗ്രി വരെ പഠിപ്പിച്ചിട്ട് ഇല്ല, പഠിക്കണോടത്ത് പോയി കല്യാണം കഴിച്ചു കൊടുത്തതാണ് ഇവർ പറഞ്ഞത്. 4 വർഷം കഴിഞ്ഞു. മോൾക്ക് പഠിച്ചൂടെ? എന്തുകൊണ്ട് പഠിച്ചൂടാ?
മാനസികമായിട്ട് അവൾക്കൊരു അവസ്ഥ. അതൊക്കെ മാറിക്കോളൂ, അതൊന്നും പ്രശ്നമാക്കണ്ട. അയാൾ മാറി വരുമോ എന്ന് നോക്കുക. ഷനലിനോട് നമ്മളൊരു അഭ്യർത്ഥന ഒക്കെ നടത്തിയിട്ട്, ആ നാട്ടിൽ നമ്മൾ അറിയുന്ന ആളാണ്, ഏങ്ങണ്ടിയൂരൊക്കെ ഞാൻ അറിയുന്ന ആളുകളാണ്, നമ്മളെ ആൾക്കാരൊക്കെ ഏങ്ങണ്ടിയൂരൊക്കെ ഉണ്ട്, ആ വീട്ടുകാരൊക്കെ ആയിട്ട് സംസാരിച്ച്, ഇതിപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നാട്ടുകാരൊക്കെ അറിയുമല്ലോ, കുത്താമ്പുള്ളിയിലുള്ള ആളുകൾ അല്ല പിന്നെ ഏങ്ങണ്ടിയൂരുള്ള ആളുകളാണല്ലോ. അപ്പോൾ മോള് പഠിക്കാൻ നോക്കുക. ഷനൽ പൊതുവെ മോളോട് എങ്ങനെയുള്ള സമീപനമാണ്? ആള് മാർച്ചിൽ പോയി എന്നാണ് എന്നെപ്പോൾ ഒരു വർഷമായിട്ട് ആൾ വിളിക്കുന്നുണ്ട്. മാർച്ചിൽ പോയി 25/5 വിളിച്ചു കഴിഞ്ഞ കൊല്ലം. വിളിച്ചിട്ട് ഷാനിലിൻ്റെ കൂട്ടുകാരനെന്ന് പറഞ്ഞിട്ടാണ് വിളിച്ചത്. പക്ഷെ ആൾ തന്നെയാണ് വിളിച്ചിരുന്നത്, നെറ്റിൽ നിന്നാണ് വിളിച്ചിരുന്നത്. അപ്പം കുറേ ഇങ്ങനെ ഉപേക്ഷിക്കാൻ ഞാൻ മലപ്പുറത്തുനിന്ന് ഒരാളാണ് കൊണ്ടുപോകണത്, നിങ്ങളുടെ മേടിച്ച പൈസയും സ്വർണ്ണമൊക്കെ തരാൻ ഷാനിൽ തയ്യാറാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പം എനിക്ക് ആളൊന്ന് കിട്ടി സംസാരിക്കാനെന്ന് പറഞ്ഞു. പക്ഷെ ഇയാൾ തന്നെയാണ് സൗണ്ട് മാറ്റി വിളിച്ചിരുന്നതും. പിന്നെ മൊബൈൽ നമ്പർ ചോദിച്ചു. പിന്നെ ആൾ തന്നെയാണ് പറഞ്ഞ് വിളിച്ചു, നെറ്റിൽ നിന്ന് തന്നെ വിളിച്ചു. പിന്നെ കുറേ നാളെത്തിയിട്ട് അച്ഛൻ്റെ ഫോണിലേക്ക് മിസ് അടിച്ചു മൊബൈൽ നമ്പറിൽ നിന്ന്. പിന്നെ വിളിച്ചിട്ടാണ് അതെൻ്റെ കൂട്ടുകാരൻ്റെ നമ്പറാണെന്നൊക്കെ പറഞ്ഞു. പിന്നെ കുറേ നാണ്ട് വേറെ സിമ്മിൽ നിന്ന് മിസ് അടിച്ചു. പക്ഷെ ഇത് ആളെ ഫോണാണ്. ഇപ്പം ആളതൊക്കെ സമ്മതിക്കേണ്ട ആളെ ഫോണാണെന്ന് ഇപ്പൊ തന്നെ ഇവിടെ വിളിച്ചിട്ട് ഇപ്പൊ പറയണ ഉപേക്ഷിക്കാണ്, നിന്റെ ഒരു പാഠം പഠിപ്പിക്കുന്നതിന് ഇതാണോ വിളിച്ചിട്ട് പറയുന്നത്? റെക്കോർഡുണ്ട്, അവര് സന്തോഷമായിട്ട് കഴിയണം അങ്ങനെ. അല്ലെങ്കിൽ എന്റെ സാറ് എനിക്ക് എത്രയും പെട്ടെന്ന് എന്റെ മോളുടെ ഇടപാട് എത്രയും പെട്ടെന്ന് എനിക്ക് തീർച്ചയായും വരില്ല. 3 വർഷം കഴിയും. അവിടുന്ന് വരുമ്പോൾ ചേട്ടന്റെ കല്യാണം നടത്തി കൊടുത്തതാ. പാസ്പോർട്ട് വെച്ചിട്ടാണ് ഞാൻ പൈസ ഒക്കെ അയച്ചു കൊടുത്ത് ചേട്ടന്റെ കല്യാണം നടത്തി. ഇപ്പൊ 1 മാസമായി ചേട്ടന്റെ കല്യാണം കഴിഞ്ഞിട്ട്. അവിടെ നിന്ന് വിളിച്ച് പറയും 5 പവന്റെ താഴ്ചയും ചേട്ടനെടുത്ത് കൊടുത്തു. അപ്പൊ ഞാൻ പറഞ്ഞെങ്കിൽ എന്റെ പെരവണിന്റെ കാശ് 1 ലക്ഷത്തോളം കൊടുത്തിട്ടുണ്ട്. അപ്പൊ പറഞ്ഞു നിന്റെ അച്ഛൻ വണ്ടി കയറി ചാവണം, അങ്ങനെയാണ് ഇങ്ങനെയാന്നൊക്കെ പറയണം. ഒരു സാധാരണ തട്ടടത്തിലാണ് ജീവിക്കുന്നത്. ഞാൻ റോഡ് സൈഡിലാണ് കിടക്കണം. 3 സ്വർണ്ണക്കടയിൽ നിന്ന് എനിക്ക് 25 രൂപ സ്വർണ്ണം തന്നിട്ട് 3 മാസം എത്തുമ്പോഴാണ് ഞാൻ വീട്ടിൽ പോണത്. എന്നിട്ട് പിന്നെ 25,000 30,000 ഒക്കെ വേണമെന്നാണ് രാത്രി വന്ന് ചോദിച്ചു. പിറ്റേ ദിവസം ഞാൻ ആരോട് നിങ്ങൾ മേടിച്ചു കൊടുക്കും. ഞാനിപ്പോൾ ഒരു വാടകയ്ക്കാണ് ഈ കുട്ടീനായിട്ട് കിടക്കുന്ന, വീട് പോയില്ല എൻ്റെ ഇതിലുണ്ട്. ഗംഭീരായി ഏങ്ങണ്ടിയൂക്കാരൻ ഷനൽ, ഗംഭീരായി. കേട്ടില്ലേ? ഇങ്ങനെ തന്നെ താനൊക്കെ ചെയ്യേണ്ടത്. ആ നാടിൻ്റെ പേര് പോലും ചീത്താക്കി വരും. എത്ര എത്ര വലിയ മനുഷ്യർ ജനിച്ച മണ്ണാ അത്. അവരെ കരച്ചിൽ കണ്ടില്ല താൻ? തൻ്റെ പെങ്ങളാണെങ്കിൽ താൻ സമ്മതിക്കുന്നത്? ഏങ്ങണ്ടിയൂക്കാർക്ക് കൂടി മാനക്കെടാത്. ഏങ്ങണ്ടിയിലുള്ള പൊതുപ്രവർത്തകർ ഈ പ്രോഗ്രാം കാണുകയാണെങ്കിൽ ഷനലിൻ്റെ കുടുംബവുമായി സംസാരിച്ച് അടിയന്തരമായിട്ട് ഇത് പ്രേമ്യമായി പരിഹരിക്കാനുള്ള ശ്രമം ചെയ്യണം. എന്തായാലും എനിക്ക് തോന്നുന്നില്ല അത് ഒന്നിച്ചു പോകുന്നുള്ളത്. ഷനലിൻ്റെ സ്വഭാവവും ഷനലിൻ്റെ വർത്തമാനവും ഒക്കെ കേട്ടപ്പോൾ അയാൾ അതിനൊന്നും അല്ല തയ്യാറാകുന്നത്. അല്ലെങ്കിൽ സ്വന്തം ഭാര്യയ്ക്ക് വേറെ ആളാണെന്ന് എന്നിട്ട് വിളിക്കൂ. എന്തൊക്കെ ഇവര് എന്നിട്ട് ആ കുട്ടീനിട്ട് ഇങ്ങനെ കുട്ടിയുടെ പഠിപ്പും നിന്ന് ജീവിതവും പോയി, എല്ലാം പോയി. ആ വീട്ടിലോ കല്യാണം കഴിഞ്ഞ് ആ കുട്ടിയെ വിളിച്ച് നിങ്ങളൊക്കെ മനുഷ്യരാടോ, വേണ്ടെന്ന മാന്യമായിട്ട് 4 ആളെ വിളിച്ചിരുത്തിയിട്ട് പറഞ്ഞ് തീർക്ക്, കാശുകളൊക്കെ കൊടുത്ത് ഇതാക്കിയിട്ട്. എത്ര രൂപ ഉണ്ടാവും അയാളുടെ അടുത്തുള്ളത്? ഇപ്പൊ 65,000 രൂപ തരണം. പിന്നെ സ്വർണം എത്ര ഉണ്ട്? സ്വർണം 19.25 കല്യാണത്തിന് ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് അച്ഛൻ അവരെല്ലാം എടുത്തപ്പോ ഒരു കമ്മല് വേറെ വാങ്ങി തന്നിരുന്നു. പിന്നെ ഇങ്ങനത്തെ സ്റ്റഡും വാങ്ങി തന്നിരുന്നു. പിന്നെ അമ്മയുടെ കമ്മല് പണയം വെക്കാൻ കൊണ്ടിട്ടുണ്ടായിരുന്നു, അതൊക്കെ എടുത്തു. പിന്നെ അവർക്ക് കടക്കാർ വരുമ്പോൾ പൈസ വീട്ടിൽ നിന്ന് മേടിച്ചോണ്ട് കൊടുക്കാൻ പറഞ്ഞിട്ട് രാത്രി നിങ്ങൾ അത്യാവശ്യം തട്ടിയിട്ടുണ്ട്. ഇവര് പറഞ്ഞത് ശരിയാണെങ്കിൽ എല്ലാവർക്കും അറിയുന്നത്, എല്ലാവർക്കും ഇഷ്ടമല്ലേ വരെ. പിന്നെ മോൾക്കട കാര്യം കൊടുക്കുമ്പോ അപ്പോ ഇത് ഒരു നടക്ക് പോവില്ല. മര്യാദക്ക് സെറ്റിൽ ചെയ്യാനല്ലേ, മര്യാദക്ക് സെറ്റിൽ ചെയ്യാനല്ലേ. ഏങ്ങണ്ടിയൂരെ പൊതുപ്രവർത്തകരോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് തീർച്ചയായിട്ടും ഷനലിൻ്റെ ഈ വിഷയം നിങ്ങൾ തന്നെ പരിഹരിക്കണം എന്നുള്ളതാണ്. അത് എങ്ങനെയെങ്കിലും പരിഹരിക്കാൻ വേണ്ടുന്ന ശ്രമങ്ങൾ നടത്തണം. ഹാരിസ് ബാബുവിനെ പോലുള്ള പൊതുപ്രവർത്തകർ ഈ പ്രശ്നത്തിൽ ഇടപെടണം എന്നാണ് എനിക്ക് പറയാനുള്ളത്.
തീർച്ചയായിട്ടും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അവർ നിങ്ങളെ സമീപിക്കുന്നതാണ്, ഒരു സംശയമില്ല. ഷനലിനോട് എനിക്ക് പറയാനുള്ളത്, മാന്യമായിട്ട് ഈ വിഷയം കൈകാര്യം ചെയ്യലാണ് ബുദ്ധി. ആവശ്യമില്ലാത്തതിനൊന്നും പോണ്ട. ആ കുടുംബത്തെ അവരുടെ പാടിന് വിടുക. നിങ്ങൾ നിങ്ങളുടെ ജീവിതം നയിക്കുക. എടുത്ത കാശ്, പാവപ്പെട്ട മനുഷ്യന് അധ്വാനിച്ചുണ്ടാക്കിയ കാശ് എടുത്തിട്ട് പുട്ടടിച്ചിട്ട് അത് തിരിച്ചു കൊടുക്കില്ല എന്ന് പറയാം അല്ലേ? പൈസ മുഴുവൻ തിരിച്ചു കൊടുക്കണം, അതിനുള്ള വഴി ഉണ്ടാക്കണം. ഇതാണ് എനിക്ക് പറയാനുള്ളത്. പ്രവാസ ലോകത്തിൻ്റെ പ്രവർത്തകർ സൗദി അറേബ്യയിലുള്ള ഷനലിനെ കണ്ട് എവിടെയാണെന്ന് പോലും ഇവർക്ക് അറിയില്ല. പക്ഷേ ഉറപ്പായിട്ട് ഇത് വേഗം കണ്ടെത്തുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അദ്ദേഹത്തെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി രമ്യമായി പരിഹരിക്കാനുള്ള പരിശ്രമം ഉണ്ടാകണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഷനലിൻ്റെ കുടുംബവും വിവേകപൂർവ്വം ഈ കാര്യത്തിൽ ഇടപെടണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. 4 വർഷങ്ങൾക്ക് മുൻപ് നീതുവിനെ വിവാഹം ചെയ്ത വർക്കല സ്വദേശി ബിജു 2 വർഷങ്ങൾക്ക് മുൻപ് ഗൾഫിലേക്ക് ജോലി തേടിപ്പോയി. തുടർന്ന് നീതുവിനെയും പിഞ്ചു കുഞ്ഞിനെയും ഭർത്തൃവീട്ടിൽ നിന്നും ബലമായി ഇറക്കി വിട്ടു. ബിജു ഇന്ന് ഗൾഫിൽ എവിടെയോ ജോലി ചെയ്യുന്നുണ്ട്. നീതുവിനെ വേണ്ട എന്ന തീരുമാനത്തിലാണ് ബിജു ഇപ്പോൾ. ബിജുവിന്റെ തിരിച്ചുവരവിനായി പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയാണ് നീതുവും പിഞ്ചു കുഞ്ഞും. ബിജു എവിടെയാണെന്ന് അറിയില്ലേ മോളെ? അറിയത്തില്ല. മോൾ പറയാതെയാണ് പോയത്. ഗൾഫ് രാജ്യത്താണെന്ന് മാത്രമേ അറിയത്തുള്ളൂ. മോള് പഠിച്ചിട്ടുണ്ടാ? +2 വരെ പോയി. ഇല്ല, ജോലിയൊന്നുമില്ല. +2 കഴിഞ്ഞ് കമ്പ്യൂട്ടറിന് 2 മാസം പൊക്കോണ്ടിരുന്നപ്പോഴാണ് കല്യാണം കഴിച്ചത്. ഇവർക്ക് അമ്മയ്ക്കും മോനും ഇഷ്ടപ്പെട്ടാണ് എന്നെ കൊണ്ടുപോയത്. അവിടെ ചെന്ന് കുറച്ച് ഒരു 4 മാസത്തോളം 3 പേരും നല്ല സ്നേഹത്തോടെയാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ എൻ്റെ ഭർത്താവിന് ഒരു അനിയനുണ്ട്. അവൻ ഗൾഫ് രാജ്യത്താണ് ജോലി. എന്നിട്ട് 4 മാസം കഴിഞ്ഞ ശേഷം ഇവർ പൈസ പ്രശ്നത്തിൽ അമ്മയും മോനും കൂടെ വഴക്കായതിന് ശേഷം പിന്നെ ഒരു വീട്ടിൽ തന്നെ 2 ഭാഗമായിട്ട് വേവിക്കാനും അങ്ങനെയൊക്കെ തുടങ്ങി. ഞാൻ അപ്പം വീട്ടിൽ കഞ്ഞി വയ്ക്കാനോ കുടിക്കാനോ ഉള്ള സംവിധാനമൊക്കെ കുറവാണ്. ഇവർ എപ്പോഴും കിടന്ന് വഴക്ക് പറയും. എൻ്റെ അമ്മ കശുവിൻ്റെ ഓഫീസിലാണ് ജോലി. അവിടുത്തെ കഴിഞ്ഞിട്ട് അവർ 6-6:30 മണിയാവും വീട്ടിൽ വരാൻ. ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലാണ്. ഇവർ എപ്പോഴും വഴക്കുറയും, ഒരു വല്ലാത്തൊരു സംസാരിക്കുകയൊക്കെ ചെയ്യും. അപ്പം അതിനെല്ലാം ഈ 4 വർഷത്തിന് മുമ്പ് എൻ്റെ ഭർത്താവ് പ്രതികരിക്കുമായിരുന്നു. അമ്മ അവരോട് പ്രതികരിക്കും. പക്ഷേ അത് കഴിഞ്ഞ് ഒരു കുഞ്ഞായതിന് ശേഷം പ്രസവം എടുത്തതും മറ്റുള്ള കാര്യങ്ങളെല്ലാം അമ്മ അവരുടെ വീട്ടിലായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷമാണ് സാറേ ഈ രീതിയിലുള്ള എൻ്റെ അടുത്ത് പറയാതെ ഗൾഫിൽ പോവുകയും ഇത് പോലീസ് കേസും അതിന് തുടർന്ന് ഈ പഞ്ചായത്ത് വിളിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തായിരുന്നു. എന്നിട്ടൊന്നും അവർക്ക് ഒരു മൈൻഡുമില്ല. എനിക്ക് എൻ്റെ അമ്മ മാത്രമേ ഉള്ളൂ. പക്ഷേ എൻ്റെ അമ്മയുടെ അടുത്ത് വിടുന്നതാ അവർക്ക് ഇഷ്ടമല്ല. കാര്യം ചോദിക്കുമ്പോൾ പറയണത്, നീ നിൻ്റെ അമ്മയുടെ അടുത്ത് പോണ എന്തിന്? നിൻ്റെ അമ്മ അഴുക്കേന്ന്, അവർ നിൻ്റെ ജീവിതം നശിപ്പിക്കുമെന്നാണ് എൻ്റെ അമ്മയെക്കുറിച്ച് അവർ പറയണത്. അത് സഹിക്കാൻ എന്നെ കൊണ്ട് പറ്റൂല സാറേ. എന്നെ അത്ര കഷ്ടപ്പെട്ടാണ് എൻ്റെ അമ്മ എന്നെ വളർത്തിയത്. എന്താ ഉദ്ദേശിക്കുന്നത്? ഇപ്പം എൻ്റെ ഭർത്താവിനെ എനിക്ക് തിരിച്ച് വേണം. എൻ്റെ കൊച്ചിനും എനിക്ക് വേറെ ആരുമില്ല. അയാളെന്താ പറയണ? വേണ്ടെന്നാ? അതിൽ വേണ്ടെന്നൊന്നും പറയുന്നില്ല. അമ്മയുടെ നേതൃത്വത്തിലാണ് എന്നെ അറിയാതെ ഗൾഫിൽ പോയിട്ട് ഇപ്പം 2.5 വർഷത്തോളം ആവും. എൻ്റെ അമ്മയെ അടിക്കുകയും വഴക്കുറയൊക്കെ ചെയ്യും. എൻ്റെ അമ്മ, എൻ്റെ ഭർത്താവ് വഴക്കുറയും അടിക്കുകയൊക്കെ ചെയ്യും. നിങ്ങളെ ഭർത്താവാ? ഓ, എൻ്റെ ഭർത്താവ്. നിങ്ങളെ അമ്മനെ? ഓ, എൻ്റെ അമ്മ. എന്തിനാ അത്?
അത് അവർ ഇങ്ങനെയൊക്കെ കാണുമ്പോഴത്തേക്കും അവർ വിഷമം കൊണ്ട് ഓരോന്ന് പറയും സാറേ. അത് അവർക്ക് ഇഷ്ടപ്പെടത്തില്ല, അമ്മയ്ക്കും ഇഷ്ടപ്പെടൂല, മോനും ഇഷ്ടപ്പെടൂല. എന്നെ കാണാൻ 2.5 വർഷമായിട്ട് ഒരു വിവരമില്ല. എനിക്ക് വീടുണ്ട്, അല്ല വിവരമില്ല, ഒരു വിവരമില്ല. അവരുടെ അടുത്ത് ഞാൻ കഴിഞ്ഞ ഞായറാഴ്ചയും പോയി അവരുടെ അടുത്ത് ചെന്ന് ചോദിക്കുമ്പോഴത്തേക്കും അവർ പറയണ എല്ലാം മോൻ്റെ പൈസയും വരുന്നില്ല, അവ എന്നെ വിളിക്കുന്നതും ഇല്ലെന്നാണ് അറിവ്. അവരെ കാര്യങ്ങളെല്ലാം അവർ മംഗളായിട്ട് എല്ലാം നടത്തുന്നുണ്ട് സാറേ. സൗദി അറേബ്യയിലല്ലേ? ഗൾഫിലാണെന്നറിയാം. ബിജു എവിടെയാണെന്ന് പോലും സ്വന്തം ഭാര്യയ്ക്ക് അറിയില്ല, ഗൾഫിലാണെന്നാണ് പറയുന്നത്. പക്ഷെ ബിജുവിൻ്റെ ഭാര്യയുടെ കഥ കുട്ടി പറഞ്ഞത് കേട്ടില്ലേ, നമുക്കൊക്കെ തന്നെ വിഷമം. ആ കുട്ടിയെ പോലെ ഉള്ള ഒരു നിസ്സഹായയായ പെൺകുട്ടി വന്നിരുന്നിട്ട് നമ്മളെ മുമ്പിൽ എന്ന് പറയുമ്പോൾ നമുക്ക് പോലും കരച്ചിൽ വരും. എങ്ങനെയാണ് ആ കുട്ടിയെ രക്ഷിക്കേണ്ടതെന്ന് എനിക്ക് നിശ്ചയമില്ല സുഹൃത്തുക്കളെ. നിങ്ങൾ ബിജുവിനെ എവിടെയെങ്കിലും കാണുകയാണെങ്കിൽ ഇത് ശരിയല്ല എന്ന് പറയണം. എങ്ങനെയെങ്കിലും ആ കുട്ടിയെ സഹായിക്കാനുള്ള മനസ്സ് അയാളുണ്ടാവണം എന്നാണ് തോന്നുന്നത്. മഹാപാവമാണ് എൻ്റെ മുന്നിലിരിക്കുന്ന ഈ പെൺകുട്ടി, ആരും സഹായിക്കാനില്ലാത്തൊരു പെൺകുട്ടിയാണ്. ബിജു ഒട്ടും ശരിയല്ല. ബിജുവിനോട് എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ആരെയാണ് നിങ്ങൾ ഇത് ചെയ്യുന്നത്? മഹാസാധുവായുള്ളൊരു സ്ത്രീ, ഒരു കുട്ടിയുണ്ട് അവർക്ക്. ഇനി അവരെവിടെ പോവാനാ? അവരുടെ സങ്കടം നമ്മളെയൊക്കെ സങ്കടപ്പെടുത്തുന്നുണ്ട്. ഈ കാണുന്ന എല്ലാ മനുഷ്യരെയും സങ്കടപ്പെടുത്തുന്നുണ്ട്. ഏതെങ്കിലും നിലയിൽ എല്ലാ ആളുകളും കൂടിയിട്ടെങ്കിൽ ഈ കുടുംബത്തെ കൂട്ടി യോജിപ്പിക്കണം. ബിജു ഒട്ടും ശരിയല്ല മോനെ നീ ചെയ്യുന്നത്. എവിടെയാണെങ്കിലും ഈ പ്രോഗ്രാം കാണുമ്പോൾ ബിജു സ്വന്തം ഭാര്യയെ വിളിച്ചിട്ടുണ്ടായിരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്താ ഇത്തരത്തിലുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ പറയാ? മോള് സമാധാനമായിട്ട് അമ്മ അവരെ നമ്പർ വരെ ഞാൻ കൊടുത്തു സാറേ, എന്നെ വിളിക്കാൻ വേണ്ടി. അവരെ വിളിക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്, പൈസ അയക്കുന്നുണ്ട്. മോള് സമാധാനിക്കുക കേട്ടാ, എന്തെങ്കിലും ഒരു വഴി ഉണ്ടാവും കേട്ടാ. സമാധാനിക്കുക കേട്ടാ. സ്വദേശത്തും വിദേശത്തും കാണാതാകുന്നവരെ കുറിച്ചുള്ള അന്വേഷണമാണ് ഞങ്ങളുടെ ഈ യാത്ര. ഇത് തികച്ചും സൗജന്യവുമാണ്. കാണാതായ ആളിനെ കുറിച്ചുള്ള വിശദവിവരങ്ങൾ, ഫോട്ടോ, അയക്കുന്നയാളിന്റെ പേര്, മേൽവിലാസം, ഫോൺ നമ്പർ തുടങ്ങിയവ സഹിതം ഞങ്ങൾക്ക് എഴുതുക. ഞങ്ങളുടെ വിലാസം: പ്രവാസലോകം, കൈർലി TV, കൈർലി ടവർ, പാളയം, ട്രിവാൻഡ്രം 34. ഞങ്ങളുടെ ഹോട്ട്ലൈൻ മൊബൈൽ നമ്പറുകൾ: കേരളം ഇന്ത്യ, റഫീഖ് റാവുത്തർ 9847920104. ഞങ്ങളുടെ ഇമെയിൽ അഡ്രസ് പ്രവാസലോകം@gmail.com. നീതു ഇതിനു മുൻപും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ഓരോ ചെറിയ കുറവുകൾക്കും കണ്ണുനീര് കൊണ്ട് ഉത്തരം തേടുന്ന ഒരു സാധാരണ സ്ത്രീ. നീതുവിന് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ബിജുവിന് ക്ഷമിക്കാവുന്നതേയുള്ളൂ. അല്ലെങ്കിൽ ഈ തീരുമാനം കുഞ്ഞുണ്ടാകുന്നതിന് മുൻപാകണമായിരുന്നു. ബിജു എത്രയും വേഗം നീതുവിൻ്റെ അടുക്കിലേക്ക് തിരികെ എത്തട്ടെ. ഈ പ്രാർത്ഥനയുമായാണ് ഇന്നത്തെ പ്രവാസലോകം അവസാനിക്കുന്നത്.